Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തോന്നടി ഇത്? ശരി വിട്, ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. ചുമ്മാ ഒരു രസത്തിന് പേടിപ്പിക്കാലോ എന്ന് വിചാരിച്ച് അത് അങ്ങനെയായി തീരുന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആരും കാണാത്ത നിന്റെ ഭാഗ്യം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേർഡ്സ് കൂട്ടിയാലേ. ഓ സോറി ബേബ്, ഞാൻ പറഞ്ഞല്ലോ ചുമ്മാ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. ആ പ്രാങ്ക് എനിക്ക് ഇത്രയും എഫക്റ്റീവ് ആവുന്ന് അതായത് പ്രാങ്ക് ഇത്ര എഫക്റ്റീവായി നീ ഇങ്ങനെ പേടിക്കുന്ന ഞാൻ വിചാരിച്ചില്ലല്ലോ. അതാ പറയാൻ വന്നേ, വേറൊന്നല്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ എവിടെടാ നിന്നെയും കാത്തിരുന്ന് ഞങ്ങൾ പാത്തേക്ക് കയറിയതേ ഉള്ളൂ. നീ എവിടെ എത്തിയോ? ഓ ആയിക്കോട്ടെ, എന്നാ വേഗം വാ, ഞങ്ങളതെ ക്യാൻറ്റീനിന്റെ അടുത്തുണ്ട്. ശരി. എന്താ ബേബ് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ഓ എന്റെ കുട്ടിക്ക് ബോർ അടിക്കുന്നുണ്ടോ? എന്നാ എനിക്ക് വേണ്ടി ഒരു പാട്ടും കൂടി ഡെഡിക്കേറ്റ് ചെയ്താലോ? വേണ്ട, നല്ലൊരു നല്ല ദിവസോ? അപ്പോ നീയും അംഗീകരിച്ചല്ലേ ഇന്നത്തെ ദിവസം നല്ലതായിരുന്നെന്ന്? ഞാൻ പറഞ്ഞത് വേറൊരു നല്ല കാര്യത്തിനെ പറ്റിയാ. അതിലെന്തായാലും നീ ഇല്ല, അതുകൊണ്ട് അത് നല്ല കാര്യാ. അങ്ങനെ എന്താണാവോ ആ നല്ല കാര്യം? അത് നല്ല കാര്യാണ്ടേ നിന്നോട് പറയുന്നില്ല തൽക്കാലം. ആഹാ, രണ്ടുപേരും രാവിലെ തന്നെ തുടങ്ങിയോ? ഇതൊക്കെ ഒരു രസല്ലേ മച്ചു? എങ്ങനെ ബ്രോ ഇവരൊക്കെ സഹിക്കുന്നേ? സഹിച്ചല്ലേ പറ്റൂ. ക്ലാസ് പോയിരിക്കാൻ വെച്ചാ തമ്പിലില്ല ഭയങ്കര ആ കൂടെ പെട്ട് ഞാനേ. What is this? ഞാനില്ലേ പിന്നെന്താ? അല്ല കാന്താരി എന്തേ വരാൻ നേരം വൈകുന്നേ? ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോണ് കിട്ടുന്നില്ല. ചിലപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ വിചാരിച്ച് പിന്നെ വിളിക്കാൻ നിന്നില്ല. എന്റെ ഉണ്ണിമോള് വൈകുന്നേ? ഓ അത് ശരി, അലക്സും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരി, നമുക്കെന്നാലേ ലൈബ്രറിയിലോട്ട് നിക്കാം. എനിക്ക് ഒരു ബുക്ക് കൊടുക്കാനുണ്ട്. അല്ല നിനക്ക് ഇപ്പൊ തന്നെ ക്ലാസ്സിലൊന്നും കേറണ്ടല്ലേ? ഇല്ല ഉണ്ണിമോളെ, ഞാൻ അലക്സ ഋഷിയും വേറെ വിഷയല്ലേ. ഇറങ്ങ്. കോളേജിന്റെ എൻട്രൻസ് എത്തിയില്ലേ, ഇനി നടന്നു പോയേച്ചാ മതി. ഇത്രയും ദൂരം കൊണ്ടൊന്നും നിനക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ അറിയത്തില്ലേ? അതൊന്നും പറ്റത്തില്ല, എന്നെ കോളേജിന്റെ മുന്നിൽ തന്നെ ഇറക്കണം. വീണേ, ഞാൻ നിന്റെ നല്ലതിനാ പറയുന്നേ, ഇറങ്ങിക്കോ. ഇവിടുന്ന് ഇറങ്ങി നടന്നോ, അങ്ങ് ഉഗാണ്ടല്ലൊന്നല്ലോ, അവിടെ തന്നെയല്ലേ. ചെല്ലേ. അതെന്നെ ചോദിക്കുന്നേ എന്തിനെന്ന്? എന്നെ ഇരുത്തി ബൈക്കിൽ കൊണ്ടോണ കണ്ടു കഴിഞ്ഞാല് ഇനിയിപ്പോ നിന്റെ ഗേൾ ഫ്രണ്ട്സിനൊക്കെ അത് നോവല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തേ സത്യം പറഞ്ഞപ്പോ അങ്ങ് ചക്രശ്വാസം വിളിക്കുന്നേ, നിനക്ക് കൊണ്ടല്ലേ? എന്നോട് ഇറങ്ങാനാ പറഞ്ഞേ, ഇറങ്ങി നടക്കാൻ നോക്ക്. എനിക്ക് എക്സാമിന് ടൈം ആവുന്നുണ്ട്. അത് ശരി, അപ്പൊ എനിക്ക് സമയമാവുന്നില്ലേ? ഷോ, രണ്ടുപേർക്ക് സമയമാവുന്നുണ്ട്. നീ ഒന്ന് ഇറങ്ങുന്നുണ്ടോ? നോ, ഇല്ല, നെവർ, നെഹി, ഇറങ്ങത്തില്ല. കോളേജിന്റെ മുന്നിൽ ഇറങ്ങത്തുള്ളൂ. മണിക്കുട്ടാ കൂൾ, അവക്കെന്നെ കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ? ഓക്കെ ഫൈൻ, നീ പറഞ്ഞപ്പോ തന്നെ കോളേജിന്റെ ഫ്രണ്ടിൽ ഇറക്കി തരും. പിന്നെ ഞാനിപ്പൊ നിന്നെ കൊണ്ടിറക്കിയതും വെച്ച് എന്തെങ്കിലും പ്രശ്നമായിട്ട് എന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാ ഇപ്പൊ നിക്കുന്ന പോലെ നിക്കത്തില്ല പറഞ്ഞേക്കാ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിലേ അത് ഞാൻ നോക്കിക്കോളാം കേട്ടാ. എപ്പോഴും ഇങ്ങനെ കണ്ടാ മതി. ഓ അവന്റെ വിചാരം കണ്ടതൊന്നും വലിയ ദുൽഖർ സൽമാനാണ്. പിന്നെ ഇവൻ കൊണ്ടിറക്കണം കണ്ടിട്ട് ആൾക്കാര് പ്രശ്നം പറയാൻ വരുമല്ലയോ? അല്ല ഇത് മണിക്കുട്ടിന്റെ ബൈക്കല്ലേ? അല്ലോ ഇതിലങ്ങനെ വേണോ? സംതിങ് റോങ്. ഈ 2 കൊല്ലായിട്ട് രണ്ടുപേരും എലിയും പുലിയും പോലെയാ. ഇപ്പൊ എങ്ങനെ ഒരുമിച്ച് ഒരേ ബൈക്കില്? വിയാൻ, ഇത് നിനക്കുള്ള പണിയായിരിക്കാം. വിടരുത് വിയാൻ, ഈ 2 കൊല്ലം നീ കഷ്ടപ്പെട്ട് അവരെങ്ങനെ പിരിച്ചെന്ന് നിനക്കെ അറിയത്തുള്ളൂ. അത്ര എളുപ്പമൊന്നും ഇവരൊന്നിക്കാൻ സമ്മതിക്കരുത്. സംതിങ് റോങ്. എന്തായാലും വീണ വരാൻ ചാൻസ് ഇല്ല. അവൻ എന്തോ പറഞ്ഞിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കണം ഇവള് വണ്ടിയിൽ കയറി വന്നിട്ടുണ്ടാവാ. എന്താണെങ്കിലും അവളെന്നെ വരട്ടെ. ഇന്ന് എരുതിയിൽ എണ്ണ വെച്ചിട്ട് വീണ്ടും അവക്ക് അവനോടുള്ള വെറുപ്പ് കൂട്ടി തരുന്നുണ്ട്. ഇവൻ അറിഞ്ഞോണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെയോ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയേക്കുന്നേ.
മോർണിംഗ് മോർണിംഗ്. അല്ല എന്താ ഇങ്ങനെ? നീ എന്റെ കൂടെ ബൈക്കിൽ വന്നതേ നിന്റെ സുഹൃത്തിന് താങ്ങാൻ പറ്റിയില്ല. അതാ ഇങ്ങനെ നിലവിളിക്കുന്നേ. ഒന്നുമില്ല, ഇറങ്ങാൻ പറഞ്ഞതാ. അല്ല ഇവളെന്താ ഫെവിക്കൊക്കെ ഒട്ടിച്ച പോലെ ഓർത്തിനിരിക്കുന്നേ? ഇറങ്ങി അങ്ങോട്ട് പോന്നൂടെ? വീണേ എന്താ വണ്ടി തന്നെ ഇരിക്കുന്നേ? ഇറങ്ങി പോ. ഇവനിപ്പോ ഈ വണ്ടി എന്റെ നെഞ്ഞത്തോട്ട് എടുക്കുവോ? പറയാൻ പറ്റത്തില്ല, ചെയ്താലും ചെയ്യും. ആ പിന്നെ ആരും കാത്തുക്കാനെ? ഇന്ന് നിനക്ക് എക്സാം കൂടി ഉള്ളതല്ലേ? അതാ ഇത്ര ടൈം ആയിട്ട് എന്താ വരാത്തെന്ന് ടെൻഷൻ അടിച്ച് നിക്കുവായിരുന്നു. കോഴി ഭൂലോക കോഴിയാണെങ്കിലും കാരിങ്ങില് ഒരു വിട്ടുവീഴ്ചയില്ല. അല്ല നീ എന്തേ ഇവന്റെ കൂടെ ബൈക്കിൽ വന്നേക്കുന്നേ? എന്താ പറ്റിയെന്നോ? നീ എല്ലാം മറന്നു വീണേ. അവനെ ഒരു ചീട്ടർ എന്നെക്കാട്ടും നല്ലതായിട്ട് നിനക്കറിയാലോ. ഈ 2 കൊല്ലം അവൻ നിന്നെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മറന്ന് അവന്റെ കൂടെ വണ്ടിയില് ഞാൻ നിന്റെ അടുത്ത് ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല വീണേ. അവനെ പോലെ ഒരു കോട്ടുകോഴിന്റെ കൂടെ നീ തിരിച്ചും. അല്ല അത് പിന്നെ മണിക്കുട്ടനെ നിനക്കെന്നെ അറിയാലോ. അവൻ നിന്നെ ചീറ്റ് ചെയ്തതാ. അത് അങ്ങനെ ഒരു വ്യക്തിന്റെ കൂടെ വരണ്ട എന്താവശ്യം? ഞാനില്ല ഇവിടെ. എനിക്കെന്താ ബൈക്കില്ലേ? നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. പിന്നെന്തിനാ ഇവന്റെ കൂടെ? പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കടന്നു കഴിഞ്ഞാലേ നിനക്കും നല്ലതാവത്തില്ല, എനിക്കും നല്ലതാവത്തില്ല. സോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണമെങ്കിലേ ആ ബൗണ്ടറീസ് കുറച്ച് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എപ്പോഴെങ്കിലും തലയ്ക്ക് ഓളം വെച്ചല്ലോ. വീണേ അത് പിന്നെ ഞാൻ നിന്നെ തുടങ്ങി അവന്റെ മുതലക്കണ്ണീർ ഡ്രാമ. അവന്റെ മെഴുകല് കാണുമ്പോഴേ എനിക്കങ്ങ് ചൊറിഞ്ഞു കേറും. സോ ഇനി ഞാൻ ഇവിടെ നിന്നാ എന്നെ കൊണ്ട് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് പോണതാ ശരി. അയ്യോ വീണേ, നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ കഴിഞ്ഞ 2 കൊല്ലം അവൻ നിനക്ക് തന്ന വേദനന്ന് ഹീലാവാൻ നീ എത്ര പാടുപെട്ടെന്ന് നിന്റെ കൂടെ തന്നെ ഇരുന്ന എനിക്കല്ലേ അറിയോ. സോ വീണ്ടും അങ്ങനെ ഒരു മുറിവ് നിനക്ക് പറ്റരുതെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പറഞ്ഞേ. അത് നീ തെറ്റായിട്ട് എടുക്കല്ലേ. ഞാനെന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. നോക്ക്, നിനക്ക് എന്നോടുള്ള സ്നേഹവും കെയറിംഗ് ഒക്കെ ആസ് എ ഫ്രണ്ട് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് നീ ഒന്ന് ഓർക്ക്, ഈ മണിക്കുട്ടൻ എന്ന് പറഞ്ഞതേ ഇന്നലെ എന്റെ ലൈഫിൽ വന്ന വ്യക്തിയൊന്നുമല്ല. ഞാന് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോ മുതലേ എന്റെ കൂടെ ഉള്ളവനാ. ഞങ്ങൾ തമ്മിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വന്നെന്നുള്ള സത്യ. പക്ഷെ ഞാൻ എവിടെയും എന്റെ മണിക്കുട്ടനെ മറന്നു നിന്നിട്ടില്ല. അപ്പൊ നിനക്ക് ഐ മീൻ അവൻ ഇപ്പോഴും എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒന്നിനു വേണ്ടിയും അവനെ ഞാന് വിട്ടു കളയത്തില്ല. അത് ആർക്ക് വേണ്ടിയായാലും ശരി. സോ ഇനി നീ മണിക്കുട്ടനെ പറ്റി ഓരോന്ന് പറയണ മുന്നേ ഒന്ന് ചിന്തിച്ചിട്ട് പറയണത് നല്ലതാ. കാരണം എപ്പോഴും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്ന പോലെ മണിക്കുട്ടന്റെ കാര്യം കേട്ടും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്ന വിചാരിക്കണ്ട. കാരണം നീ എനിക്ക് ഫ്രണ്ടാ, അവനെ എന്റെ ഫ്രണ്ടിനും മേലെയാ. ഇപ്പൊ വേണമെങ്കിൽ സാഹചര്യം കൊണ്ട് ഞങ്ങൾ മിണ്ടുന്നില്ലെന്ന് വിചാരിച്ചോ. പക്ഷെ എപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. എന്താ നോക്കിക്കുന്നേ? ഈ ഇന്നലെ ഒരു ബുക്ക് ലൈബ്രറിന്ന് എടുത്തില്ലേ? തിരിച്ചു വെക്കാനായില്ലേ? അതൊക്കെ എവിടെയാന്ന് ആർക്കറിയാം. ഞാനൊന്ന് എന്റെ ബേബിനെ നോക്കട്ടെ മച്ചോ. അല്ല രാവിലെ തന്നെ അവിടെ നിന്ന് കിട്ടിയതൊന്നും പോരാടോ നിനക്ക്? ഇതൊക്കെ ഒരു മതി. അല്ല ഇത് ഗീതല്ലേ? ഇവളെപ്പോഴാ വന്നേ? വരുന്നുണ്ടല്ലോടാ നിന്റെ മഞ്ഞക്കിളി. അല്ല ലൈബ്രറിയില് ലഡു പാത്രമായിട്ട് ഇവിടെ അങ്ങോട്ട് തിരക്കിട്ട് പോയിരുന്നേ. സീനിയർ സ്വീറ്റി, മറ്റൊരു സ്വീറ്റി. എനിക്കിവന്റെ ഈ സ്വഭാവം കണ്ണെടുത്ത് കണ്ടുകൂടാത്തെ. സീനിയർ ഇന്നെന്റെ ബർത്ത്ഡേയാ. ഓ മൈ ഗോഡ്, അപ്പൊ ഇന്ന് ഹാപ്പി സ്വീറ്റ് ഡേ ആണല്ലേ? സീനിയർ എനിക്ക് നാണം വരുവാ. അവളൊരു നാണം. ഇവിടെ അവളെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഞാൻ ഇവിടെ കുത്തബിനാറെ പോലെ നിൽക്കുന്ന അവൾക്ക് കാണില്ല. അവളെ സീനിയറിന് മാത്രം അവളെ കണ്ണിന് പിടിക്കത്തുള്ളൂ. സീനിയർ സ്വീറ്റ് എടുക്ക് സീനിയർ. എടുക്കട്ടെ. പിന്നെ സീനിയർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാണേ. സീനിയർക്ക് ലഡു എന്ന് പറഞ്ഞ ഒത്തിരി ഇഷ്ടമല്ലേ? അതാ
സീനിയറിന് ലഡു കൊടുക്കണമെന്നുണ്ടെങ്കിൽ സീനിയർക്ക് സ്വീറ്റിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കും അല്ലേ? രാജദ്രോഹി. സ്വീറ്റി, ഉണ്ണിമോള് മറന്നോ നീ? അവക്ക് കൊടുക്ക്. അപ്പൊ നീ എന്താ എനിക്ക് മാത്രം തന്നെ നിർത്തി കളഞ്ഞേ? നിനക്ക് ഞാൻ എത്ര ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ തന്നെ നിനക്ക് നിന്റെ സീനിയർ ഗൗതമിന് വലിയ കാര്യല്ലേ? ചെല്ലേ, ചെന്ന് അവനും ഇതേപോലെ സ്വീറ്റ് കൊടുത്ത് ഒരു ഗുഡ് വിഷും കൂടെ മേടിച്ചിട്ട് പോയാ മതി ട്ടോ. നിങ്ങൾ രണ്ടുപേരും one of my favorite seniors ആ. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞിട്ടേ എനിക്ക് ആരുള്ളൂ. സ്വീറ്റി, ചെല്ലേ, നിന്റെ സീനിയർ ദാ കാത്തു നിൽക്കുന്ന. സ്വീറ്റും കൊടുത്ത് സ്പെഷ്യൽ ഒരു വിഷും കൂടെ മേടിച്ചു പോയിക്കോ. അതൊന്നും വേണ്ട, ഇവിടെ നിന്ന് ഞാൻ വിഷയാ. അത് മാത്രല്ല, എനിക്ക് ഷുഗർ കട്ടാ. ഷുഗർ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അതൊക്കെ എപ്പോ മുതൽ മച്ചു? അതൊക്കെ ഇപ്പൊ ഈ നിമിഷം മുതല്. ഇന്ന് മുതല് ഞാൻ ഷുഗർ കട്ടാ. അതുകൊണ്ട് എനിക്ക് സ്വീറ്റ് ഒന്നും വേണ്ട. പിന്നെ സ്വീറ്റി, ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലസ് യു. നീ 100 വർഷം നല്ലോണം ഇതേപോലെ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഓക്കെ, ബൈ. ബാക്കിയുള്ളവർക്കൊക്കെ പോയി കൊടുക്ക്. ഓക്കെ സ്വീറ്റി, അത് പാടില്ല. എനിക്ക് തന്നിട്ട് എന്റെ ചങ്കിന് കൊടുക്കാണ്ടിരുന്നോ എനിക്ക് സങ്കടാവുന്നേ. അതുകൊണ്ട് എന്നെ നീ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തേ അതേപോലെ തന്നെ എന്റെ ചങ്കിനെ ട്രീറ്റ് ചെയ്യണം. രാജദ്രോഹി, മിണ്ടാതിരിക്കേ. അയ്യോ വേണ്ട മോളെ, ചേട്ടന് ഷുഗർ കട്ടാ. ചേട്ടനോ? അതൊക്കെ എപ്പോ മുതല്? നമ്മളും സ്വീറ്റിയും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അതും നീ മറന്നോ? പിന്നെ ഗോതമ്പ് ബ്രോന്റെ കാര്യം കേട്ടാ പോകാം. നമ്മള് സ്വീറ്റി പേണങ്ങുന്ന് എടുക്കണ മുത്തേ. അവളെങ്ങനെ സങ്കടപ്പെടുത്തല്ലേ, എനിക്കത് സഹിക്കില്ല. ഇവന് കോഴി എന്നുള്ള പേരിലൊന്നും ഒതുങ്ങത്തില്ല. ഇവന് തോട്ടക്കോഴിയോ? ബേബി, എന്റെ ബേബി ആംഗ്രി ബേർഡ് ആയല്ലോ. അപ്പോ അതിനർത്ഥം ഞാൻ സ്വീറ്റിനോട് സംസാരിച്ചപ്പം നിനക്ക് പൊസസീവ്നെസ് ആയല്ലേ? പിന്നെ പൊസസീവ് ആവാൻ പറ്റിയ മുതലും. പിന്നെന്താ ബേബി മോക്കെങ്ങനെ വാടിയിരിക്കുന്നേ? തലവേദന. എപ്പോ? ഇത്ര നേരം ഇല്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ പെട്ടെന്നൊരു തലവേദന? ഇനിയിപ്പോ സ്വീറ്റ് ആയിട്ടുള്ള തലവേദന ആയിരിക്കും. ഇവളൊരുത്തി ആദ്യ ലഡു എടുത്ത് ഇവളെ പായിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലഡു തന്നെ മിക്കവാറും എനിക്കൊരു തോമ്പായി മാറും. താങ്ക് യു സ്വീറ്റി. പിന്നെ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ഗോഡ് ബ്ലസ് യു. പിന്നെ ഇതന്നെ ധാരാളം. നിനക്കും നിന്റെ സീനിയറിനെ ജീവനോടെ വേണമെങ്കിൽ പോയിക്കോ. അതാ നിനക്ക് നല്ലത്. എന്റെ ബർത്ത്ഡേ വിഷ് ഞാൻ തന്നെ എടുത്തോളാം. സീനിയർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ സീനിയറെ ഹഗ് ചെയ്തിട്ട് സീനിയറിനെ ഹഗ് ചെയ്തില്ലെങ്കിൽ സീനിയറിന് അത് വിഷമാവത്തില്ലേ? സോ അവിടെ തന്നെ എന്തേ നിന്നളഞ്ഞേ? വാ തമ്പുരു. കാന്താരി, ഇന്ന് എന്റെ മച്ചാന്റെ കാര്യം സ്വാഹ. നിന്നോട് പറയട്ടെ ഐ ലവ് യു. അതെ, ഗൗതമിനോട് പറയാൻ പറയായിരുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞല്ലേ അവള് സമാധാനപ്പെടല്ലോ. അതാ എങ്ങനെ പോയാ നീ ഒരിക്കലും മറക്കത്തില്ല. എന്നാലേ നിന്റെ ഗോതമ്പ് ബ്രോനോടെ വിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടെ അങ്ങോട്ട് വരാൻ പറയ്. ബാക്കിയെ ഞാനങ്ങ് വിഷ് ചെയ്യാം. കാന്താരി, മോളെ ജീവനോടുണ്ടെങ്കിൽ കാണാം. പിന്നെ ചോദിക്കാനുണ്ടോ? ലവിൽ ഇതൊക്കെ സ്വാഭാവികല്ലേ. അത് മാത്രല്ല, ലവില് ഇണങ്ങി മാത്രം പോയാ രസം ഉണ്ടാകത്തില്ലെന്നേ. ഇടയ്ക്കൊക്കെ പിണക്കവും വേണം, നമ്മക്കിടയിലുള്ള പോലെ. പിണക്കം
നമ്മളെപ്പോഴും പിണക്കം തന്നെയല്ലേ? എണക്കൊന്നുമില്ലല്ലോ. അതാ ഞാൻ പോവാ. ഇനി ഇവിടെ നിന്നാലേ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ചിലപ്പം ഒരു രണ്ടെണ്ണം പൊട്ടിച്ചു തന്നാലും പൊട്ടിച്ചു തരും. തന്നോ? സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. ഇന്ന് എത്ര വേണമെങ്കിൽ സോപ്പിട്ട് പതിപ്പിച്ചോട്ടെ, എന്നാലും ഞാൻ വേണ്ട, നമ്മളെ പ്രശ്നമില്ല. ചേടാ, ഇവള് നല്ല കലിപ്പിലാണല്ലോ. എങ്ങനെയൊന്ന് സമാധാനപ്പെടുത്തുന്നേ? ഗൗതം, വേറെ വഴിയില്ല. ആരും വരൂലല്ലോ അല്ലേ? വേറൊന്നും നോക്കണ്ട, അവളെ കസ്റ്റഡിയിലായേക്ക്. തമ്പുരു, മൈൻഡ് ആക്കണ്ട. ഒപ്പിക്കേണ്ടതൊക്കെ ഒപ്പിച്ചിട്ട് ഒരു സോറി ചോദിച്ചു വന്നോളൂ. തമ്പുരു, മൈൻഡ് ആക്കണ്ട. കാന്താരിയെ, എടി സോറി എടി, ഇനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കത്തില്ല. അത് പിന്നെ അവള് ഞാൻ പ്രതീക്ഷിക്കാതെ. എടി പ്ലീസ് എടി, നിനക്കെന്നെ അറിയണതല്ലേ, എനിക്ക് നിന്നെ ഒഴിച്ച എല്ലാരും എന്റെ പെങ്ങളെ പോലെയാ. അപ്പൊ പിന്നെ പെങ്ങന്മാരെ ഹഗ് ചെയ്യാൻ പറ്റൂലെന്നൊന്നുമില്ലല്ലോ. ഓഹോ, അത് ശരി. കാന്താരി പ്ലീസ്, ഞാനിനി ഒരിക്കലും ചെയ്യത്തില്ല. അത് പിന്നെ ഒക്കെ റീഷ ഒപ്പിച്ച പണിയാ. അവന്റെ അടുത്താ അവൾ ആദ്യം സ്വീറ്റ് തരാൻ വന്നേ. അവനെ നിർബന്ധിച്ചോണ്ടാ എന്റെ അടുത്തേക്ക് വന്നേ, അല്ലാണ്ട് ഞാനായിട്ട് പോയതൊന്നല്ല. നീ വേണമെങ്കിൽ ഉണ്ണിമോളോട് ചോദിച്ചോക്ക്. അല്ല, എന്റെ സാറല്ലേ വരുന്നേ. ഞാനെങ്ങാനും ഇങ്ങനെ നിക്കുന്ന കണ്ട ഭാഗ്യം ഇങ്ങോട്ടേക്കല്ല. പാവണ്ട്, ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കാ? ഇങ്ങനെ നിക്കുന്ന കാണുമ്പം പാവൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് കോംപ്രമൈസ് ആയ ഇത് ആവർത്തിച്ചാലോ? ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഇപ്പൊ കോംപ്രമൈസ് ആവാം. എന്നിട്ട് രാത്രി ചാറ്റ് ചെയ്യാൻ നേരത്ത് ഒരു കാര്യമില്ലാതെ പിണങ്ങാം. അതാവുമ്പം എന്തുകൊണ്ടാ പിണങ്ങിയെന്നറിയാതെ തലപ്രാന്ത് പിടിപ്പിക്കുമ്പളേ അതൊരു രസല്ലേ? എണീക്ക്. ഇല്ല, നീ ക്ഷമിക്കാതെ ഞാൻ എണീക്കത്തില്ല. ആരെങ്കിലും കണ്ടല്ലോ, പിന്നെ ഇത് മതി. ആര് കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ എന്റെ സോറി അപ്സെറ്റ് ചെയ്യാതെ ഞാൻ എണീക്കത്തില്ല. എന്നാ അങ്ങനെ ഇരിക്കത്തേ ഉണ്ടാകത്തുള്ളൂ. കാന്താരിയെ, അപ്പൊ എണീക്കേ. നീ ക്ഷമിക്കാതെ ഞാൻ എങ്ങനെ? മതി മതി ഉരുണ്ട് കളിച്ചത്, ക്ഷമിച്ച് എണീക്കേ. ശരിക്കും എണീക്കേ. എന്തോന്ന് കാന്താരി ഇത്? ഏതൊരുമാതിരി ചിരിച്ചോണ്ടിരിക്കുന്ന കുട്ടീനെ നുള്ളി കരയിപ്പിച്ച പോലെ. നീ എന്നല്ലേ പറഞ്ഞു ക്ഷമിച്ചെന്ന്, പിന്നെ മോൻ എങ്ങനെ വെച്ച് പറഞ്ഞാലെങ്ങനെ? ചിരിച്ചോണ്ട് പറയേ. അതൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പൊ ക്ഷമിച്ചിട്ടില്ലല്ലേ? എന്നാ ഓക്കെ, ഇന്ന് കോളേജ് കഴിയുന്നവരെ ഞാൻ ഇങ്ങനെ തന്നെ നിന്നോളാം. സാറ് വരുന്നുണ്ട്, എണീച്ചോ? വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഒന്നല്ല, ഓരോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടെ ചെറിയ പിള്ളേരെ പോലെ മുട്ടും കുത്തി സോറി ചോദിക്കുന്നുണ്ടല്ലോ. അതാലോചിച്ചപ്പം ചിരി വന്ന്. അതാ നിന്നോടല്ലാതെ വേറെ ആരോടാ ഇങ്ങനൊക്കെ പിണങ്ങാൻ പറ്റുക? അല്ല, ശരിക്കും ക്ഷമിച്ചോ? പിന്നെ അല്ലാതെ. പക്ഷേ ഇനി ഇത് ആവർത്തിച്ച ഇപ്പൊ ക്ഷമിച്ച പോലെ ക്ഷമിക്കത്തില്ല, പറഞ്ഞേക്കാം. മിനിമം ഒരാഴ്ചയെങ്കിലും മിണ്ടാതിരിക്കും, മാക്സിമം പിന്നെ എത്രയാവാം. എടി എന്തോന്നടേ ഇത്? പണിഷ്മെന്റിന് ഒരു ലിമിറ്റ് ഒക്കെ ഇല്ലേ? ഇല്ല, എന്റെ പണിഷ്മെന്റിന് അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല കേട്ടാ. അല്ല, ക്ലാസ് കയറുന്നില്ലേ? ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന എങ്ങനെ പോവാനാ? എന്നാ പോണ്ട, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാന്നേ. കളിക്കല്ലേ, എനിക്കിന്ന് പ്രോജക്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഞാൻ പോവാ. എന്നാ ഓക്കെ, പോകുമ്പോ കാണാട്ടോ. മോനെ, എനിക്ക് തോന്നുന്നില്ല ഇതില് ഞാൻ പാസ്സാവുന്ന്. അതൊക്കെ പാസ്സാവടാ, ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ. എങ്ങോട്ടേക്കാണല്ലോ നോട്ടം? എങ്ങനെ രാവിലെ അവളെ ബൈക്കിൽ കൊണ്ടിറക്കിയെന്ന് പറഞ്ഞ് എമ്മാതിരി ഷോ ആയിരുന്നു. അതിനുള്ളതേ ഇപ്പൊ തരട്ടോ. അതെങ്ങനെ? നിങ്ങൾ തമ്മിൽ എത്ര തെറ്റിയാലും നിങ്ങൾ എന്നെ ഒന്ന് തന്നെയാണല്ലേ? അതിന്നെ വേറെ ആക്കി തരുന്നുണ്ട് ഞാന്. ഇനി അവളെ ലൈഫിൽ ഒരാളുണ്ടെങ്കിൽ അത് ഈ ബിയാൻ മാത്രമായിരിക്കും. അവൾ എന്നെ വിചാരിച്ചാലും അവക്ക് എന്നെ വിട്ടു പോവാൻ പറ്റാത്തൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇവന്റെ നോട്ടോ ഇരുത്തൊന്നും അത്ര ശരിയില്ലല്ലോ. എന്തോ ഒരു വശപിശക്. എന്തെങ്കിലും ആവട്ടെ, അവനെ കാണുമ്പോ തന്നെ ഇറിറ്റേറ്റ് ആവുക. ഇവിടുന്ന് പോണ എനിക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും എന്റെ കൺട്രോൾ അവന് കളയും. അറിയോ? ഓക്കെ വീണേ, വെറുതെ പറയാ. നീ ഓക്കെ ഒന്നല്ല. എവിടെയാ തട്ടിട്ടുണ്ട്? എവിടെയാ? തലയിലാണോ? നോക്കട്ടെ.
എന്താടാ എന്ത് പറ്റി? ഹേയ് ഒന്നുമില്ലടാ. നോക്കേ, നാളെ കാണാട്ടോ. ഓക്കേടാ. അല്ല ഇന്നെന്താ നേരത്തെ പോന്നേ? അത് ഒരാക്കെ ഒന്ന് കൊടുക്കാനുണ്ട്. അത് കൊടുത്തിട്ടൊക്കെ വീട്ടിലെത്തുമ്പളേ വൈകും. അതുകൊണ്ടേ ഇപ്പൊ പോയാലേ ശരിയാവത്തുള്ളൂ. അപ്പൊ ഓക്കേടാ, നാളെ കാണാം. ബൈ. വീണേ ഓക്കെ അല്ലേ നീ? ഐ എം സോറി വീണേ. അത് ക്ലാസ്സിൽ ഇരുന്നിരുന്ന് കാലൊക്കെ വേദനിച്ച് അതാ പെട്ടെന്ന് കാല് നീട്ടി വെച്ചപ്പോഴാ നീ വന്നേ. ഞാൻ പെട്ടെന്ന് കണ്ടില്ലെന്നേ. അല്ല നീ ഒറ്റയ്ക്ക് പോവോ അതോ ഞാൻ പോണ വഴിക്ക് കൊണ്ടാക്കി? അപ്പൊ ഓക്കെ ബൈ. ഫ്രണ്ടായിപ്പോയി. അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞാലേ ഞാനേ. 5 minutes later. മണിക്കുട്ടാ നീ എന്താ നീ കാണിക്കുന്നേ? എങ്ങനെ നിനക്ക് എന്റെ വീണനെ തുടരണല്ലേ? അത് പിന്നെ അവള് വീഴാൻ പോയപ്പോ. വീഴാൻ പോയതോ അതോ വീഴ്ത്തിയതോ? പിന്നെ മണിക്കുട്ടാ